الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജ് മാസമായ ദുൽഹജ്ജിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങളിൽ നിന്ന് ഹാജിമാർ വിരമിച്ച, അതല്ലെങ്കിൽ വിരമിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ദിക്റുല്ലാഹ് അഥവാ അള്ളാഹുവിനെ സംബന്ധിച്ച സ്മരണ, റബ്ബിനെ സംബന്ധിച്ചുള്ള ഓർമ്മയും ചിന്തയും, അതാണല്ലോ ദിക്റുല്ലാഹ്. അത് ഹൃദയത്തിൽ നിറച്ചുകൊണ്ടാണ് നമ്മുടെ ഹാജിമാർ ഹജ്ജ് എന്ന് പറയുന്ന ഈ മഹത്തായ ആരാധനാ കർമ്മം നിർവഹിച്ചത്. എന്നാൽ ദിക്റുല്ലാഹ് എന്നത് ഏതെങ്കിലും ഒരാരാധന നിർവഹിക്കുന്ന സമയത്ത് മാത്രം വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ബോധ്യമല്ല. ഹജ്ജിൽ നിന്ന് വിരമിച്ചാലും ദിക്റുല്ലാഹ് അനുസ്യൂതം തുടർച്ചയായി വിശ്വാസിയുടെ ജീവിതത്തിലുടനീളം നിലനിർത്തുവാൻ അവന് സാധിക്കണം എന്നുള്ളതാണ്. ദൈവസ്മരണയിൽ നിന്നുള്ള ഒരു വിരാമമില്ല വിശ്വാസിക്ക്. അതെങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മരണം വരെ ദൈവസ്മരണ ദിക്റുല്ലാഹ് തുടരേണ്ടതാണ്. അതാണ് സൂറ അൽ ബഖറ 201 വചനങ്ങളിൽ അള്ളാഹു പറയുന്നത്. ഫഇദാ ഖളൈതും മനാസികകും, നിങ്ങളുടെ ചടങ്ങുകളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ, ഹജ്ജ് കർമ്മത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാലാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഹാജിമാരോട് അള്ളാഹു പറയാണ്, നിങ്ങളുടെ ചടങ്ങുകളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. അനിസ്ലാമിക കാലഘട്ടത്തിൽ നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ സ്മരിച്ചിരുന്നത് പോലെ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. ഔ അശദ്ദ ദിക്റാ, അതല്ലെങ്കിൽ നിങ്ങൾ പിതാക്കന്മാരെ സ്മരിച്ചതിനേക്കാൾ കൂടുതൽ ശക്തമായി നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കണം. ഫമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ
ഹാജിമാരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, വിശേഷിച്ചും അനിസ്ലാമിക കാലഘട്ടത്തിൽ ഹജ്ജ് നിർവഹിച്ചിരുന്ന ഹാജിമാരെ സംബന്ധിച്ചാണിത് പറയുന്നത്. എന്താണ് അവര് പറയുന്നത്? എന്താണ് അവരുടെ പ്രാർത്ഥന? ഫമിനന്നാസി, ജനങ്ങളിലുണ്ട്, മയ്യഖൂലു, പറയുന്ന ചിലർ, പ്രാർത്ഥിക്കുന്ന ചിലർ, റബ്ബന ആതിനാ ഫിദ്ദുനിയ, പടച്ചവനെ ഇഹലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അവർ ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പരലോകത്തിന്റെ കാര്യം ഒട്ടും പറയില്ല. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്തൊരു വിഹിതം ഉണ്ടാവൂല. അവർ ദുനിയാവിന്റെ കാര്യം മാത്രം പറയും, അവർക്ക് പരലോകത്തൊരു വിഹിതവും ഉണ്ടാവില്ല. പ്രാർത്ഥിക്കുന്നവൻ ഹാജിയാണെങ്കിലും. മറിച്ച് ചിലരുണ്ട്, വമിൻഹും മയ്യഖൂലു, അവരുടെ കൂട്ടത്തിൽ പറയുന്ന ചിലരുണ്ട്. എന്താണ് അവർ പറയുന്നത്? റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ഈ ലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ അതോടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നില്ല. വഫിൽ ആഖിറതി ഹസന, പരലോകത്തും നന്മ നൽകണമേ എന്നവരെ പ്രാർത്ഥിക്കും. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കേണമേ എന്നവർ പ്രാർത്ഥിക്കും. ഈ ലോകത്ത് നന്മ ലഭിക്കാൻ, അതോടൊപ്പം തന്നെ പരലോകത്ത് നന്മ ലഭിക്കാനും നരകശിക്ഷയിൽ നിന്ന് കാക്കാനും വേണ്ടി റബ്ബിനോട് അവർ പ്രാർത്ഥിക്കും. അങ്ങനെ ഈ ലോകത്തെയും പരലോകത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ശരിയായ നിലപാടുകാർ. സഹോദരങ്ങളെ, ഇതാണ് ഈ വചനത്തിലൂടെ അല്ലാഹു നമ്മെ അറിയിക്കുന്നത്. ഹജിമാരോട് പറയാണ്, ഹജ്ജ് കർമ്മത്തിൽ നിന്ന്, ചടങ്ങുകളിൽ നിന്നെല്ലാം വിരമിച്ചാലും നിങ്ങൾ ദിക്റുള്ള അവസാനിപ്പിക്കരുത്. ദിക്റുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിലനിർത്തേണ്ടതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ ഈ ലോകത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ദുനിയാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്. മറിച്ച് ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദുനിയാവിന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൂടാ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ദുനിയാവിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ പരലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. എപ്പോഴും ദിക്റുള്ള നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കണം, തുടർച്ചയായി നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം. കാരണം ദിക്റുള്ളയിൽ നിന്നുള്ള ഒരു വിരാമം, ഒരവസാനമില്ല എന്നുള്ളതാണ്. അതാണ് അല്ലാഹു തആല വിവിധ വചനങ്ങളിലൂടെ നമ്മെ അറിയിക്കുന്നത്. വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. ആരെങ്കിലും കരുണാവാരിധിയായ റബ്ബിനെ സംബന്ധിച്ചുള്ള ആ സ്മരണയിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ, കരുണാവാരിധിയായ റബ്ബിനെ സംബന്ധിച്ചുള്ള ദിക്ർ അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ, നുഖയ്യിദ് ലഹു ശൈത്താന, അവന് നാം ഒരു പിശാചിനെ നിശ്ചയിച്ചു കൊടുക്കും. ഫഹുവ ലഹു ഖരീൻ, ആ പിശാച് അവന് കൂട്ടുകാരനായിരിക്കും. ദിക്റുള്ള അവസാനിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പിശാചിനെ കൂട്ടുകാരനാക്കി നാം നിശ്ചയിച്ചു കൊടുക്കും എന്ന് അല്ലാഹു പറയാൻ. അത് വിശ്വാസിയുടെ ജീവിതത്തിൽ അവസാനിക്കാൻ പാടില്ല, അതിന് വിരാമം പാടില്ല. അത് മരണം വരെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹജ്ജിൽ നിന്നോ മറ്റേതെങ്കിലും ഇബാദത്തുകളിൽ നിന്നോ വിരമിക്കുമ്പോൾ ദിക്റുള്ളയിൽ നിന്നുള്ള വിരാമം എന്നതിനർത്ഥമില്ല. മറിച്ച് ദിക്റുള്ളയുടെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് വിശ്വാസി മാറുക മാത്രമാണ് ചെയ്യുന്നത്. ദിക്റുള്ളയുടെ ഒരു രൂപമുണ്ടായിരുന്നു. ഹജ്ജിന്റെ കാലത്ത് ചൊല്ലിപ്പറഞ്ഞിരുന്ന ദിക്റുകൾ ഉണ്ടായിരുന്നു, മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന വികാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത തന്നെയാണ് ഹജ്ജ് കഴിഞ്ഞാലും ജീവിതത്തിൽ ഉടനീളവും അത് തന്നെയാണ് നിലനിർത്തേണ്ടത്. വിശ്വാസി എപ്പോഴും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനുമാണ്. അതവന്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ഘട്ടമില്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നമുക്ക് കീഴ്പ്പെടാനല്ലാതെ നാം പഠിച്ചിട്ടില്ല, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ നാം പഠിച്ചിട്ടില്ല. എപ്പോഴും അള്ളാഹുവിന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാണ് വിശ്വാസിയുടെ ജീവിതം. എപ്പോഴും അങ്ങനെയാണ്. ഒരു ഇബാദത്ത് അവസാനിച്ചാൽ അടുത്ത ഇബാദത്തിലേക്ക്, നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ റവാത്തിബ് സുന്നത്തുകൾ, സുന്നത്ത് നമസ്കാരങ്ങളിലേക്ക്, നിർബന്ധ ദാനത്തോടൊപ്പം ഐച്ഛിക ദാനങ്ങൾ, നിർബന്ധ നോമ്പ് കഴിഞ്ഞാൽ, റമളാൻ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് ഫിത്ർ സക്കാത്ത്, നിർബന്ധ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് ശവ്വാലിലെ 6 നോമ്പ്, അതൊക്കെ സുന്നത്താണ്. ശവ്വാലിൽ 6 നോമ്പുകൾ, അതുപോലെ തന്നെ തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, അയ്യാമുൽ ബീദിലെ നോമ്പ്, അറഫ നോമ്പ്, ആശുറ നോമ്പ്, താസുവാ നോമ്പ്,
ഇനി വരാൻ പോവുകയാണ്. താസ്വാ നോമ്പും ആശുറാ നോമ്പുമെല്ലാം മുഹറം മാസത്തിൽ. ഇതൊക്കെ സുന്നത്തായ നോമ്പുകളാണ്. അപ്പൊ നിർബന്ധമായ നോമ്പുകളോടുകൂടി നോമ്പ് അവസാനിക്കുന്നില്ല. നിർബന്ധ ദാനത്തോടുകൂടി ദാനധർമ്മങ്ങൾ അവസാനിക്കുന്നില്ല. നിർബന്ധമായും ചൊല്ലേണ്ടുന്ന പറയേണ്ടുന്ന കാര്യങ്ങളോടൊപ്പം ചൊല്ലുകയും പറയുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. എപ്പോഴും അതിങ്ങനെ വിശ്വാസിയുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും ദിക്റുകളാണ്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ദിക്റ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റ്, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ദിക്റ്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റ്, വാഹനത്തിൽ കയറുമ്പോൾ ദിക്റ്, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റ്, ഉറങ്ങുമ്പോൾ ദിക്റ്, ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ദിക്റ്, ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ദിക്റ്, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റ്. നോക്കൂ നിങ്ങൾ, വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണകളും അള്ളാഹുവിനുള്ള ഇബാദത്തുകളുമാണ്. ഇനി ഇതൊന്നും ചൊല്ലാത്ത, ഈ ഇബാദത്തുകൾ ആരാധനകൾ ആ രൂപത്തിൽ ചെയ്യാത്ത ഘട്ടങ്ങളുണ്ടെങ്കിൽ അവിടെയും അള്ളാന്റെ പ്രീതി അനുസരിച്ചാണ് അവന്റെ ജീവിതം. അവൻ പഠിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ പ്രീതി അനുസരിച്ച്, അവൻ ജോലി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി അനുസരിച്ച്, അവൻ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി അനുസരിച്ച്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ജീവിതം സമ്പൂർണമായി അള്ളാഹുവിനുള്ള ദിക്റായി, അള്ളാഹുവിനുള്ള ഇബാദത്തായി മാറുന്നത്. ദിക്റുള്ളയിൽ നിന്ന് മുക്തമായ ജീവിതം വിശ്വാസിക്ക് ഇല്ലെന്നാണ് ഇതെല്ലാം നമ്മോട് പറയുന്നത്. ഹജ്ജിൽ നിന്ന് വിരമിച്ചാലും മറ്റ് ഇബാദത്തുകളിൽ നിന്ന് വിരമിച്ചാലും ദിക്റുള്ളയിൽ നിന്നുള്ള വിരാമമായി അതിനെ കാണരുതെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ഹജ്ജിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ വീണ്ടും മിനയിലേക്ക് പോകും. അനിസ്ലാമിക കാലഘട്ടത്തിൽ ചെയ്തിരുന്നതാണ്. പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഹജ്ജിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ വീണ്ടും മിനയിലേക്ക് പോകും. മിനയിൽ ചെന്നുകൊണ്ട് അവരുടെ പിതാക്കന്മാരെ സംബന്ധിച്ചുള്ള പൊങ്ങച്ചം പറയും അവർ. വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ജാഹിലിയ കാലത്ത് ഹജ്ജിൽ നിന്ന് വിരമിച്ച ശേഷം അറബികൾ മിനായിൽ യോഗം ചേരുക പതിവായിരുന്നു. അവിടെ ഓരോ ഗോത്രവും തങ്ങളുടെ പിതാക്കളുടെ വീരകൃത്യങ്ങൾ സ്വാഭിമാനം വിവരിക്കുകയും അവരുടെ മഹത്വങ്ങൾ എണ്ണിപ്പറയുകയും ചെയ്തിരുന്നു. എന്നിട്ടവർ പറയും, പടച്ചോനെ, ഞങ്ങളുടെ പിതാക്കന്മാർക്കൊക്കെ വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, വലിയ പാനപാത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ജീവിക്കാൻ വലിയ സൗകര്യങ്ങൾ, വലിയ വാഹനങ്ങൾ, മേത്തരം ഒട്ടകങ്ങളൊക്കെ ഞങ്ങളുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു, വലിയ കുതിരകൾ അവർക്കുണ്ടായിരുന്നു, അതുപോലെയുള്ള സൗകര്യങ്ങളും ഞങ്ങൾക്ക് താ എന്ന് പറയും. അവർ ദുനിയാവിന്റെ കാര്യം മാത്രം പറയും, പരലോകത്തിന്റെ കാര്യം ഒരു പറയൂല. അവരെ സംബന്ധിച്ചാണ് ഈ വചനമിറങ്ങിയത്. അവരെ പോലെ നിങ്ങൾ ആയി മാറാൻ പാടില്ല. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്, മേൽപ്പറഞ്ഞ പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഖുർആൻ വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകുന്നത്. അവര് പ്രപിതാക്കളുടെ പേരിൽ പൊങ്ങച്ചം നടിക്കുകയായിരുന്നുവെങ്കിൽ, മേനി പറയുകയായിരുന്നുവെങ്കിൽ അത്തരം മൂഢകാര്യങ്ങൾ നിങ്ങൾ വർജിക്കണം. അതൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. അവർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളുടെ ഒക്കെ സ്ഥാനത്ത് നിങ്ങൾ ദിക്റുള്ളയാണ് കൊണ്ടുവരേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ. അവരവരുടെ പിതാക്കന്മാരെ സ്മരിച്ചതിനേക്കാൾ ശക്തമായി ഗൗരവത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി നിങ്ങൾ മാറണം. വലിയ ആശയങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിലെ 200, 201, 202 വചനങ്ങളിൽ അള്ളാഹു പറയുന്നത്. ഹജ്ജിൽ നിന്നുള്ള മടക്കം എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് ദുനിയാവിലേക്കുള്ള മടക്കമായി ആളുകൾ മനസ്സിലാക്കാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ ദീനിൽ നിന്ന് ദുനിയാവിലേക്കുള്ള മടക്കമായി തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഉഖറവി ചിന്തയിൽ നിന്ന് ദുന്നവി ചിന്തയിലേക്കുള്ള പൂർണ്ണമായ മടക്കമായി ധരിക്കാൻ പാടില്ല, മനസ്സിലാക്കാൻ പാടില്ല. മറിച്ച് ഇഹലോകത്തെയും പരലോകത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ, സന്തുലിതമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധ്യമാവണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും അങ്ങനെയാവണം. ഇസ്ലാമിന്റെ സന്തുലിതമായ കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന, അതാണ്. ആ പ്രാർത്ഥന നടത്താനാണ് പറഞ്ഞത്. വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ദുനിയാവിൽ മാത്രം നന്മ നൽകുക എന്ന് പറയുന്ന ആളുകൾ ഉണ്ട്. അവർക്ക് പരലോകത്തൊരു വിഹിതവും ഉണ്ടാവില്ല. എന്നാൽ വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ, ദുനിയാവിൽ നൽക്, പരലോകത്തിലും നൽക്, നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണമേ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ.
ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ വല്ലാഹു സരീഉൽ ഹിസാബ്. അങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ, അവർ സമ്പാദിച്ചതിന്റെ വിഹിതം അവർക്ക് ലഭിക്കുന്നതാണ്. വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു വിചാരണ വേഗത്തിലാക്കുന്നവനാണ്. അവരുടെ നിലപാടാണ് ശരി. ദുനിയാവും ആഖിറത്തും സമന്വയിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നവർ അവരാണ്. സന്തുലിതമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ. ഹജ്ജിൽ നിന്ന് വിരമിച്ചവരോടായി അള്ളാഹു പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് അവർക്ക് മാത്രം ബാധകമായ കാര്യങ്ങളല്ല, അത് നമുക്ക് എല്ലാവർക്കും ബാധകമായ കാര്യങ്ങളാണ്, പൊതുവായ കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത്, ഏറ്റവും പ്രധാനമർഹിക്കുന്ന കാര്യം സുസ്ഥിരമായി ദിക്റുള്ള ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനമായ സംഗതി. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ചിന്ത. നമ്മൾ പറഞ്ഞു, ഭൗതികമായ യാതൊരു സ്വാധീനവും ദിക്റുള്ളയിൽ നിന്നൊരു ഘട്ടത്തിലും നമ്മെ വിസ്മരിപ്പിച്ച് കളയാൻ പാടില്ല, അകറ്റിക്കളയാൻ പാടില്ല. അല്ലാഹു ഒരുപാട് വചനങ്ങളിലൂടെ നമ്മെ അറിയിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും, അതൊക്കെ വേണം വിശ്വാസിക്ക്. സമ്പത്ത് വേണം, സന്താനങ്ങൾ വേണം, സമ്പാദിക്കണം. അയാൾ സന്താനങ്ങളോട് നല്ല രീതിയിൽ ഇടപെടണം, അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, വളർത്തണം, പരിപാലിക്കണം, ഒക്കെ ആവശ്യമാണ്. പക്ഷേ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധരാക്കി കളയാൻ പാടില്ല. ദിക്റുള്ള ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. സമ്പത്തിനോടും സന്താനങ്ങളോടും ഒക്കെ ഇടപഴകുമ്പോ ദിക്റുള്ള ഇല്ലാതാവുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, ആരിലെങ്കിലും ദിക്റുള്ള ഇല്ലാതാവുന്ന അവസ്ഥാവിശേഷം ഉണ്ടായാൽ അവരാണ് നഷ്ടകാരികൾ. എപ്പോഴും വേണ്ടത് ദിക്റുള്ളയാണ്, അള്ളാഹിനെ സംബന്ധിച്ചുള്ള സ്മരണ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകനെ സംബന്ധിച്ച് പറയാണ്, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഘട്ടത്തിലും, അലാ കുല്ലി അഹ്യാനി, എല്ലാ ഘട്ടത്തിലും അല്ലാഹുവിനെ സ്മരിക്കുന്ന, ഒരു ഘട്ടവും ദിക്റുള്ള ഇല്ലാത്ത ഒരു സമയം പ്രവാചകന്റെ ജീവിതത്തിലില്ല. എല്ലാ ഘട്ടത്തിലും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ സ്മരിക്കുകയും അല്ലാഹുവിനെ സ്മരിക്കാതിരിക്കുകയും ചെയ്യുന്ന രണ്ടാളുകളുടെ ഉപമ പറയാണ്. ജീവിച്ചിരിക്കുകയും മരിക്കുകയും ചെയ്ത ആളെ പോലെയാണ്. അല്ലാഹുവിനെ സ്മരിക്കാത്ത മനുഷ്യൻ, അയാളുടെ ഹൃദയം മരിച്ചുപോയിരിക്കുന്നു. അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കാതിരിക്കുകയും ചെയ്യുന്ന രണ്ടാളുകളുടെ ഉപമ ജീവിച്ചിരിക്കുകയും മരിക്കുകയും ചെയ്ത രണ്ടാളെ പോലെയാണ്. സുസ്ഥിരമായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ നിലനിർത്തുന്നതോടൊപ്പം, ഹൃദയത്തിൽ ചിന്തിച്ചാൽ മാത്രം പോരാ, ഒരു നാവ് കൊണ്ട് പറയുക കൂടി ചെയ്യണം. അതും ദിക്റുള്ളയാണ്. ചില ആളുകൾ പറയുന്നും വേണ്ട, മനസ്സിൽ ചിന്തിച്ചാൽ മതി, അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടായാൽ മതി, പോരാ. അള്ളാഹുവിനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അൻതമൂത വലിസാനുക റത്ബും ബിദിക്രില്ലാഹി തആല. നീ മരിച്ചു പോവലാണ്. ഏതവസ്ഥയിൽ? നിന്റെ നാവ് ദിക്റുള്ളയിൽ നനഞ്ഞുകൊണ്ട് നീ മരിച്ചു പോവുക. അള്ളാഹിനെ സംബന്ധിച്ച് നീ പറഞ്ഞുകൊണ്ട് ആ നനവിൽ നിന്റെ നാവുണ്ട്. ദിക്റുള്ളയിൽ നനഞ്ഞ നാവുമായി നീ മരിച്ചു പോവലാണ്. സഹോദരങ്ങളെ, നാവ് നിർവഹിക്കുന്ന കർമ്മം കൂടിയാണ്. ഹൃദയം നിർവഹിക്കുന്ന കർമ്മമാണ്, മനസ്സ് നിർവഹിക്കുന്ന കർമ്മമാണ്. അതോടൊപ്പം തന്നെ നാവ് നിർവഹിക്കുന്ന കർമ്മം കൂടിയാണ് ദിക്റുള്ള എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ, നമ്മൾ ഒരാളെ സ്നേഹിച്ചാൽ അയാളെക്കുറിച്ച് പറയാതിരിക്കോ? പറയൂല്ലേ? എപ്പോഴും പറയും. നമ്മളൊരാളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ആ സ്നേഹിക്കുന്ന ആളെ സംബന്ധിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും എന്നതോടൊപ്പം തന്നെ ആ സ്നേഹിക്കുന്ന ആളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് മഹാനായ പണ്ഡിതൻ റബീഉ ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അലാമത്തു ഹിബ്ബില്ലാഹി കസറത്തു ദിക്രിഹി.
അള്ളാഹിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളം അള്ളാഹിനെ സംബന്ധിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കലാണ്. അള്ളാഹിനെ സംബന്ധിച്ചുള്ള ചിന്തയും അള്ളാഹിനെ സംബന്ധിച്ചുള്ള പറയലും വർദ്ധിപ്പിക്കലാണ്. അതെങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫഇന്നക ലാ തുഹിബ്ബു ശൈഅൻ ഇല്ലാ അക്സർത മിൻ ദിക്രി. നിശ്ചയം നീ എന്തിനെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അതിനെങ്ങനെ ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയും സംസാരവും അഥവാ ദിക്റുള്ള ഹജ്ജിൽ നിന്ന് വിരമിച്ചാലും ഏത് ഇബാദത്തിൽ നിന്ന് വിരമിച്ചാലും സ്ഥായിയായി നിലനിർത്താനാണ് അള്ളാഹു തആല പറയുന്നത്. അതോടൊപ്പം തന്നെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആളുകൾ ഹജ്ജിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നടത്തിയിരുന്ന പിതൃസ്മരണകൾ തള്ളിപ്പറയുകയാണ് ഖുർആൻ. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതായത് പ്രപിതാക്കളെ അങ്ങനെ ഉയർത്തി ഉയർത്തി അത് പടച്ചോനേക്കാളും വലിയൊരു സംഭവമാക്കി പ്രപിതാക്കളെ മാറ്റുക. നമ്മുടെ പൂർവികരെ സംബന്ധിച്ചുള്ള നല്ല കാര്യങ്ങൾ, മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതെങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അള്ളാഹിനേക്കാളും വലിയ ഒരു ആളുകളായി അവരെങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു രീതി, ആ രീതിയിലേക്കാണ് ജാഹിലിയ്യ അറബികൾ അതപ്പതിച്ചു പോയിരുന്നത്. എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ പ്രപിതാക്കളുടെ പേരിൽ പൊങ്ങച്ചം നടിക്കുക. ഇതൊന്നും ഹജ്ജിന്റെ ചൈതന്യത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല. മനുഷ്യരെ സമത്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഹജ്ജിനെ അവർ ജാഹിലിയ്യ അറബികൾ അഹംഭാവത്തിലേക്കും താൻപോരിമയിലേക്കുമുള്ള പ്രയാണമാക്കി മാറ്റിയിരുന്നു. സമത്വഭാവത്തിലേക്കാണ് ഹജ്ജ് കൊണ്ടുപോകുന്നത്. എല്ലാവരും ഒന്നാണെന്നുള്ള ചിന്ത, തഖ്വ മാത്രമാണ് മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്നുള്ള ചിന്ത, അതാണ് ഹജ്ജുണ്ടാക്കുന്നതെങ്കിൽ ആ ഹജ്ജിനെ താൻപോരിമയ്ക്കും കിബറിനുമുള്ള അവസരമാക്കി അവരെ മാറ്റുകയായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞത്, ആ ദിക്റുകൾ, ആ പ്രപിതാക്കളെ സംബന്ധിച്ചുള്ള പറച്ചിലുകൾ നിങ്ങൾ ഒഴിവാക്കണം, പാടിപ്പറയലുകൾ നിങ്ങൾ ഒഴിവാക്കണം. തൽസ്ഥാനത്ത് ദിക്റുല്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ചുള്ള സ്മരണ, അള്ളാഹിനെ പ്രകീർത്തിക്കുന്ന സുബ്ഹാനല്ലാഹുകൾ, അള്ളാഹിനെ പ്രകീർത്തിക്കുന്ന അൽഹംദുലില്ലകൾ, അള്ളാഹിനെ പ്രകീർത്തിക്കുന്ന അല്ലാഹു അക്ബറുകൾ ധാരാളമായിട്ട് നിങ്ങൾ വർദ്ധിപ്പിക്കണം. ദിക്റുള്ള വർദ്ധിപ്പിക്കണം. സഹോദരങ്ങളെ, ആധുനിക മുസ്ലിം ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കണം. ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ. നല്ല കാര്യമാണ്, നിർബന്ധമായ ബാധ്യതയാണ്. അതിൽ നിന്നൊന്നും ആർക്കും ഒഴിവാവുക സാധ്യമല്ല. പക്ഷേ ഹജ്ജും ഉംറയുമെല്ലാം നിർവഹിച്ചു വന്നവരെ പോലും ദിക്റുള്ള അത് ചൊല്ലുന്നതിന് പകരം ചൊല്ലിയും പറഞ്ഞും കൊണ്ടിരിക്കുന്നത് അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ്, അള്ളാഹ് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ആബാഇനെ സംബന്ധിച്ചുള്ള അള്ളാഹിന്റെ ദിക്റിന്റെ സ്ഥാനത്തേക്ക് കടന്നുകൂടിയ ഒരുപാട് മഹത്തുക്കളെ സംബന്ധിച്ചും ഔലിയാക്കളെ സംബന്ധിച്ചും ഒക്കെയുള്ള ചൊല്ലിപ്പറച്ചിലുകൾ, അതുകൊണ്ടൊന്നും കാര്യമില്ല. അവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയാം, പക്ഷെ അത് ദിക്റുള്ളയുടെ സ്ഥാനത്തേക്ക് ഉയരുന്നില്ല. അതിനൊരു ദിക്റായി, ഒരു ഇബാദത്തായി മനസ്സിലാക്കാനും പാടില്ല. മൗലിദുകളും റാത്തീബുകളും കുതുബിയ്യത്തും നൂറെ ഹബീബും നൂറെ അജ്മീറും മഹദറത്തുൽ ബദരിയയും അങ്ങനെ പോകുന്ന ഒരുപാട് അനാചാരങ്ങൾ, ചൊല്ലാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ദിക്റുള്ളയുടെ സ്ഥാനത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിക്റുള്ളയുടെ സ്ഥാനത്ത്, ആ സ്ഥാനം കൈപ്പറ്റിയിരിക്കുന്ന അനാചാരങ്ങളാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. അത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെയായി നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്ന ശിർക്ക് ബിദ്അത്തുകൾ, ഇതൊക്കെ ഒഴിവാക്കണം. ഇതൊന്നുമല്ല നമ്മുടെ ചുണ്ടുകളിലൂടെ ഉരുവിടേണ്ടത്. മറിച്ച് ഇബാദത്തുകളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാലും നമ്മുടെ ചുണ്ടുകളിലൂടെ ഉരുവിടേണ്ടത് ദിക്റുള്ളയാണ്, അള്ളാഹിനെ സംബന്ധിച്ചുള്ള സ്മരണകളാണ്. അതിനൊക്കെ വലിയ പ്രതിഫലമാണ്. ദിക്റുള്ളക്കാണ് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മേൽപ്പറഞ്ഞ അനാചാരങ്ങൾക്ക് ആരും പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ ദിക്റുള്ളക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. രണ്ട് വചനങ്ങൾ, ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ ലാഘവത്തോടു കൂടി ചൊല്ലാൻ കഴിയും. അത് ചൊല്ലുന്നതിന് ഒരു പ്രയാസമില്ല, ആർക്കും എപ്പോഴും ചൊല്ലാം. എന്നാൽ സഖീലത്താനി ഫിൽ മീസാൻ, തുലാസിൽ വലിയ കനം തൂങ്ങുന്ന രണ്ട് വചനങ്ങളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇങ്ങനെ രണ്ട് ദിക്ർ മാത്രമല്ല, തസ്ബീഹ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. സഹോദരങ്ങളെ, വലിയ പ്രതിഫലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ദിക്ർ മാത്രമല്ല, ധാരാളം ദിക്റുകൾ. ഹാജിമാരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെയാണല്ലോ പറഞ്ഞത്. പരലോകത്തെ വിസ്മരിക്കുന്ന പ്രാർത്ഥന അത് നടത്താൻ പാടില്ല.
അതോടൊപ്പം തന്നെ ഇഹലോകത്തെ തള്ളിക്കളയുന്ന പ്രാർത്ഥനയും നടത്താൻ പാടില്ല, മറിച്ച് രണ്ടിനെയും ഒരുമിപ്പിക്കുന്ന പ്രാർത്ഥന, അതാണ് വേണ്ടത്. അത് ഹാജിമാരുടെ പ്രാർത്ഥന മാത്രമല്ല, അത് വിശ്വാസിയുടെ നിലപാടാണ്. ഹാജിമാരോട് ആ പറഞ്ഞ കാര്യങ്ങൾ, ഹജ്ജിൽ നിന്ന് വിരമിക്കുന്ന ആളുകളോട് ആ പറഞ്ഞ കാര്യങ്ങൾ, അത് മുഴുവൻ വിശ്വാസികൾക്കും ബാധകമായ കാര്യമാണ്. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. അള്ള നൽകിയതിൽ നിങ്ങൾ പരലോകത്തെ കാംക്ഷിക്കണം, നിങ്ങൾ പരലോകത്തെ വിസ്മരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ദുനിയാവിലെ നിന്റെ വിഹിതവും നീ മറന്നു പോവാൻ പാടില്ല. ഇതിനെ രണ്ടിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ദുനിയാവിനെ പൂർണ്ണമായും അവഗണിക്കേണ്ട ഒരു നിർദ്ദേശവും ദീൻ നൽകിയിട്ടില്ല. ദുനിയാവിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ ദീൻ പറഞ്ഞിട്ടില്ല. ദീനും ദുനിയാവും പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ആശയങ്ങളാണ്, രണ്ട് ദ്വന്ദ്ങ്ങളാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും നടത്താറുണ്ട്. പക്ഷേ അതിനൊന്നും ഇസ്ലാമികമായി ഒരു ന്യായവുമില്ല എന്നുള്ളതാണ്. എന്താ ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ? ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കലല്ല, മറിച്ച് ദുനിയാവിനെ ദീൻ കൊണ്ട് നിയന്ത്രിക്കലാണ്. അതാണ് ദിക്റുല്ലാഹ്. ദുനിയാവിനെ ദീൻ കൊണ്ട് നിയന്ത്രിക്കലാണ് ദിക്റുല്ലാഹ് എന്ന് പറയുന്നത്. പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത രണ്ടാശയങ്ങളല്ല ദീനും ദുനിയാവും. രണ്ടും വേണം. മനുഷ്യനെ പരലോകത്ത് മോക്ഷം നൽകാൻ വേണ്ടി, അതിനു വേണ്ടി മാത്രമുള്ളതല്ല ദീൻ. പരലോക വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഇഹലോകത്തെ ദൈവികമായ ഇലാഹിയായ നീതി നടപ്പിലാക്കുകയും അതിലൂടെ വിജയം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവനാവണം വിശ്വാസി. പരലോക വിജയത്തിന് വേണ്ടി പരിശ്രമിക്കണം, അതോടൊപ്പം തന്നെ ഇഹലോകത്തെ ഇലാഹിയായ നീതി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ കൂടിയാവണം വിശ്വാസി. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുള്ള അദ്കാറുകൾ ചൊല്ലിപ്പറയണം, ധാരാളം ചിന്തിക്കണം, ചൊല്ലിപ്പറയുകയും വേണം. അതൊക്കെ ഏറെ പുണ്യമുള്ള കാര്യമാണ്, അതൊക്കെ വിശ്വാസിയുടെ ബാധ്യതയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഹാജിയുടെയോ വിശ്വാസിയുടെയോ ദൗത്യം അവസാനിക്കുന്നില്ല, ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. അവനെ ഈ ലോകത്ത് ഇലാഹിയായിട്ടുള്ള നീതി നടപ്പിലാക്കാൻ, ഇലാഹിയായ നീതി എന്ന് പറഞ്ഞ നീതിയാണ്, നീതിയുടെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ശരിയായ നീതി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടുകയും ചെയ്യുക എന്ന് പറയുന്നത് ഹാജിയുടെ മാത്രമല്ല, ഓരോ വിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മർദ്ദന പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾ അടക്കമുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കുക, അവർക്കെതിരെയുള്ള അന്യായങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുക. നമുക്കറിയാം, ഗസയിലെ ജനങ്ങളെ വംശഹത്യ ചെയ്യുവാൻ ഇന്ത്യയിൽ നിന്നടക്കം ഇസ്രായേലിന് ആയുധങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് അവസാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നടക്കം ഇസ്രായേലിന് ഗസയിലെ ജനങ്ങളെ വംശഹത്യ ചെയ്യുവാൻ ആയുധങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ അതെത്രമാത്രം മോശമായ കാര്യമാണ്. ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പലുകളുടെയും അതുപോലെ തന്നെ ഗസയിൽ വർഷിച്ച ബോംബുകളുടെയും ഉപയോഗിച്ച ഡ്രോണുകളുടെയും വിശദാംശങ്ങൾ അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നൊരു ഫലസ്തീൻ അനുകൂല സമീപനം, ആ ഒരു സമീപനമായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്കും ഒക്കെ ഉണ്ടായിരുന്നത് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് സഹോദരങ്ങളെ? പക്ഷേ ആ നിലപാടിൽ നിൽക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇസ്രയേൽ ഗസയിലും റഫയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വംശഹത്യക്ക് സായുധമായ സഹായങ്ങൾ നമ്മുടെ രാജ്യം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോ ഇത് വല്ലാത്തൊരു അക്രമമാണ്, ഇത് വല്ലാത്തൊരു ക്രൂരതയാണ്. ഇത്തരം ക്രൂരതകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നു വരണം. അത്തരം പ്രതിഷേധങ്ങളുടെ ഭാഗമായി വിശ്വാസികൾ മാറണം എന്നുള്ളതാണ് സഹോദരങ്ങളെ. അന്തർദേശീയ തലത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും വലിയ പ്രതിസന്ധികളും വലിയ പ്രയാസങ്ങളും മർദ്ദിത സമൂഹങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. ന്യൂനപക്ഷങ്ങൾ, വിശേഷിച്ച് മുസ്ലിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. മാംസം സൂക്ഷിച്ചു എന്നാരോപിച്ച് ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിം വീടുകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു, ആളുകളെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു, വീടുകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രതിപക്ഷം എന്ത് നിലപാടാണ് പാർലമെന്റിനകത്ത് സ്വീകരിക്കാൻ പോകുന്നതെന്ന് ആളുകൾ നോക്കി നിൽക്കുകയാണ്. മർദ്ദിത സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ
മർദ്ദിത സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുമെന്ന ശക്തമായ വാഗ്ദാനം അവർ നൽകിയിരുന്നു. ആ വാഗ്ദാനം അവരെ പാലിക്കുമോ എന്ന് കൃത്യമായി ജനങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ വീടുകൾ നഷ്ടപ്പെടുന്നു. പശുമാംസം സൂക്ഷിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് അവിടുത്തെ വീടുകൾ ഒന്നിനു പിറകെ ഒന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇത് അന്യായമാണ്. രാജ്യത്ത് ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്യായമാണ്. ഈ അന്യായങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവരായി, ഇത്തരം അന്യായങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും മാത്രമല്ല, ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോ വ്യാജ പ്രചരണങ്ങൾ ശക്തിപ്പെടുന്ന കാലമാണ്. മുസ്ലിം സമുദായം അനർഹമായത് നേടുന്നു എന്നതടക്കമുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് വസ്തുതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് പറയുന്നവർക്കും അറിയാം. പക്ഷേ ബോധ്യത്തോടുകൂടി തന്നെ അവരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. കാരണം മുസ്ലിം പ്രാതിനിധ്യം അങ്ങേയറ്റം മോശമായി കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു വർത്തമാനകാല സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദ ഫാസ്റ്റ് ഡിസപ്പിയറിംഗ് മുസ്ലിം ഇൻ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ അതിവേഗം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന മുസ്ലിം, ഇതാണ് ഈ കാലഘട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രബന്ധങ്ങളുടെ തലവാചകം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പ്രാതിനിധ്യം അങ്ങേയറ്റം മോശമായി കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ ഇത്തരം സാഹചര്യത്തിലാണ് മുസ്ലിം പ്രാതിനിധ്യത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രചരണങ്ങളുമായി പലരും രംഗത്ത് വരുന്നത്. ഇത്തരം പ്രചാരകരുടെ അജണ്ടകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നയപരമായിട്ട് അതിനോട് വിയോജിക്കുകയും വസ്തുതകൾ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നതും നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിലും ചിന്തയിലും അഥവാ ദിക്റുള്ളയിൽ കഴിഞ്ഞുകൂടുന്നതോടൊപ്പം തന്നെ ഈ ലോകത്ത് നടക്കുന്ന അനീതികളെയും അരുതായ്മകളെയും അക്രമങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ജനാധിപത്യപരമായി സമാധാനപരമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അത് ദിക്റുള്ള നിലനിർത്തുന്ന ആളുകളുടെ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് തിരിച്ചറിയണം. ഹജ്ജിന്റെ ചടങ്ങുകളിൽ നിന്ന് വിരമിച്ച് സ്വന്തം പ്രദേശങ്ങളിൽ എത്തിപ്പെട്ടാൽ ഹാജിമാർക്ക് നിർവഹിക്കാനുള്ള ദൗത്യവും ദിക്റുള്ളയോടൊപ്പം ഇത്തരം കാര്യങ്ങളാണെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നത്. അള്ളാഹു കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ
നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖ് ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. അല്ലാഹു അവരുടെയും നമ്മുടെയും ഖബർ വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ ഗണത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരുടെ കൂട്ടത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. മാതാപിതാക്കൾ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന, സർവോപരി അല്ലാഹുവോട് തഖ്വ കൈകൊള്ളുന്ന, ഈമാനും ഇസ്തിഖാമത്തും നിലനിർത്തുന്ന മക്കളാക്കി അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും സന്താനങ്ങളെ മാറ്റുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ്, ആഫിയത്ത് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ നമുക്കും അവർക്കുമെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ്, ഖുൽഅ്, ഫസ്ഖുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിലും പരസ്പര സ്നേഹവും ഇണക്കവും അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ, ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു തആല കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും നമ്മുടെ ഓരോരുത്തരുടെയും പിരടികളെ മോചിപ്പിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിലും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും, നമ്മുടെ കുടുംബാംഗങ്ങളെയും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മത്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.